നമുക്കിന്ന് പൂന്താനത്തെക്കുറിച്ചൊരല്പം കേൾക്കാം. അങ്ങാടിപ്പുറത്ത് ജനിച്ച പൂന്താനം ദരിദ്രനായിരുന്നു. ബാല്യത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുഭക്തനായി അദ്ദേഹം കഴിഞ്ഞു. എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കും. ഭാഗവതം വായിച്ച് ആനന്ദിക്കും. സീമന്തപുത്രൻ്റെ ചോറൂണ് ആഘോഷമായി നടത്താൻ പൂന്താനം തീരുമാനിച്ചു. ചോറൂണ് മുഹൂർത്തം രാത്രിയിലായിരുന്നു. സന്ധ്യയ്ക്ക് കുഞ്ഞിനെ കിടത്തി ഉറക്കി. വീട്ടുകാർ സദ്യയുടെ ഒരുക്കത്തിലായിരുന്നു. അതിഥികൾ വന്നവർ തങ്ങളുടെ മേൽമുണ്ട് കട്ടിലിൽ ഇട്ടു. പുതച്ച് മൂടിക്കിടന്നുറങ്ങിയ കുട്ടിയെ അവർ കണ്ടില്ല. വസ്ത്രങ്ങൾ കൊണ്ട് കുഞ്ഞു മൂടിപ്പോയി. അവൻ മരിച്ചു. ചോറൂണ് സമയമായി. കുഞ്ഞിനെ എടുക്കാൻ ചെന്നപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ. എല്ലാവരും ദുഃഖത്തിലായി. പൂന്താനം കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു. ഗുരുവായൂരപ്പനെ ഹൃദയം നൊന്ത് സ്തുതിച്ചു. കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ തന്നെ മക്കളായിട്ട് ആവശ്യമുണ്ടോ? അദ്ദേഹം ആ സമയത്ത് പാടിയ കവിതകൾ ജ്ഞാനപ്പാന എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി. ഇന്നും മനസ്സിൽ ദുഃഖം സഹിക്കാതാകുമ്പോൾ ജ്ഞാനപ്പാന പലരും ചൊല്ലാറുണ്ട്. ഉണ്ണിയെ ജീവിപ്പിച്ചു. പൂന്താനത്തിൻ്റെ ഭക്തി കണ്ട് എല്ലാവരും സ്തുതിച്ചു. പൂന്താനം ഗുരുവായൂരിൽ വന്ന കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹം സന്താനഗോപാലം എന്ന കാവ്യം രചിക്കാൻ തുടങ്ങി. അന്ന് ഗുരുവായൂരിൽ പണ്ഡിതനും കവിയുമായ മേൽപ്പത്തൂർ ഭട്ടതിരിയും ഉണ്ടായിരുന്നു. നമ്പൂതിരിക്ക് തൻ്റെ കവിത ഈ പണ്ഡിതനെ കൊണ്ട് തെറ്റുതിരുത്താൻ ആഗ്രഹമുണ്ടായി. ഒരു ദിവസം ഭട്ടതിരിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. സംസ്കൃത പണ്ഡിതന് അത് രസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഭാഷാകവിത എന്ത് നോക്കാനാണ്? പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടില്ല. അതിനാൽ അത് മുഴുവൻ പിഴയായിരിക്കും. ഈ അവഹേളനം പൂന്താനത്തിന് സഹിച്ചില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടുപോയി. അകത്തു നിന്ന് ഗുരുവായൂരപ്പൻ്റെ സ്വരം ഭട്ടതിരി കേട്ടു. പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭക്തി ഉറച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഭട്ടതിരിക്ക് ലജ്ജയും ദുഃഖവും ഉണ്ടായി. അദ്ദേഹം പൂന്താനത്തെ തിരഞ്ഞു കണ്ടുപിടിച്ചു. സമാധാനിപ്പിച്ചു. കവിത വായിച്ചു കൊടുത്തു. പൂന്താനം ഗുരുവായൂരിൽ കൃഷ്ണൻ്റെ സന്നിധിയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഭാഗവതം വായിച്ച് ഉച്ചയ്ക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. ഒരു ദിവസം ഉണ്ണാൻ ആദ്യമേ കയറിയിരുന്നു. പെട്ടെന്ന് ക്ഷേത്രാധികാരി വന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് മാറിയിരിക്കണം. ഒരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് അവിടെ ഇരിക്കേണ്ടത്. വേഗം എഴുന്നേറ്റ് മാറൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൂന്താനത്തോട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കാൻ മടിച്ചു. ക്ഷേത്രാധികാരി അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വേദം പഠിച്ചു പണ്ഡിതനാകാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നതെന്ന് കരുതി അദ്ദേഹം ദുഃഖിച്ച് പുറത്തേക്ക് പോയി. ശ്രീകോവിലിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പൂന്താനം, ആ ദുഷ്ടന്മാരുടെ അടുത്ത് താമസിക്കേണ്ട. ഇവിടെ വരികയും വേണ്ട. പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ ഇല്ലത്ത് വരാം. പൂന്താനം ഉടനെ ഇല്ലത്തേക്ക് യാത്രയായി. ഇല്ലത്ത് ചെന്ന ശേഷം ഭഗവാൻ വന്നല്ലാതെ ഊണ് കഴിക്കുകയില്ലെന്ന് നിശ്ചയിച്ച് ഭഗവാനെ ധ്യാനിച്ചിരുന്നു. കൃഷ്ണൻ തൻ്റെ വാമഭാഗത്ത് പ്രത്യക്ഷമായിരിക്കുന്നതായി പൂന്താനം കണ്ടു. ഉടനെ എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, പൂന്താനം, എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പൂന്താനം ഭഗവാനെ കണ്ട സ്ഥലത്ത് ഒരു അമ്പലം പണിതു. അവിടെ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചു. പൂന്താനം തന്നെ പൂജാകർമാദികൾ ചെയ്തു. ഇതിൽ പിന്നെ പൂന്താനം ഗുരുവായൂർക്ക് പോയിട്ടില്ല. ഭാഗവതം വായിച്ചും കൃഷ്ണലീലകൾ മനസ്സിൽ കണ്ടും കൃഷ്ണനോട് കളിച്ചും പൂന്താനം ഇല്ലത്ത് തന്നെ കഴിഞ്ഞു. ഭക്തി നിർഭരമായ അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കാൻ ആളുകൾ അവിടെ എത്താറുണ്ട്. പൂന്താനം നമ്പൂതിരിയെപ്പറ്റി ധാരാളം കഥകൾ പറയുവാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അപ്പോൾ നമസ്കാരം.